നമസ്കാരം. ഇന്നൊരു ചെറിയൊരു വീഡിയോയിലാണ് വന്നിരിക്കുന്നത്. വെർട്ടെക്സ് നമുക്കെങ്ങനെ വരയ്ക്കാം അല്ലെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇപ്പോൾ എൻ്റെ ഡ്രോയിങ്ങിൽ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിലുള്ള വെർട്ടെക്സ് പോയിന്റുകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട്. എന്നാൽ ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോൾ മടക്കുകൾ വരുന്നതുകൊണ്ട് വെർട്ടെക്സ് പോയിന്റുകൾ പുതിയ അഡീഷണലായിട്ട് വെർട്ടെക്സ് പോയിന്റുകളുണ്ട്. അപ്പോൾ അത് നമുക്കെങ്ങനെ നമ്മുടെ ഈ ഗ്രൗണ്ട് ഫ്ലോറിൽ ആഡ് ചെയ്യാമെന്ന് നോക്കാം. ഇതായിരിക്കും നമ്മൾ വെൽഡി ഫുട് പ്രിൻ്റായിട്ടും നമ്മുടെ സൈഡ് പ്ലാനിലും എല്ലാം ഉപയോഗിക്കേണ്ടത്. സൈഡ് പ്ലാനിൽ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമ്മളൊരു കോപ്പി എടുത്ത് വെച്ചിട്ട് അതിനകത്ത് തന്നെ വെർട്ടെക്സ് പോയിന്റ് ആഡ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഇപ്പം നോക്കുക. ഇത് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. ഇതൊരു സ്ട്രെയിറ്റ് ലൈനായിട്ട് ഇവിടെ ഒരു പോയിന്റ് മാത്രമേ ഉള്ളൂ. ഇതിനിടയ്ക്ക് ഇവിടെ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഈ ഒരു പോയിന്റ് ആഡ് ചെയ്യണം. എൻ്റെ ഡ്രോയിങ്ങിൽ ഞാൻ ഇത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കുക. എനിക്കിപ്പോൾ ഇവിടെ ഈ ലെഫ്റ്റ് സൈഡ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതിവിടെ ആക്ച്വലി ഉണ്ട്. ശരിക്കും ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അതേ പോയിന്റ് എനിക്കിവിടെ ഉണ്ട്. ഇനി അഡീഷണലായിട്ട് വേണ്ടത് ഈ ഒരു പോയിൻ്റാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ആ പോയിന്റ് കണ്ടെത്തുക. ഞാൻ വരയ്ക്കുന്ന മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈലിൽ ചെയ്യാവുന്നതാണ്. പിക്ക് ചെയ്യുക. കഴ്സർ ഇവിടെ കൊണ്ടുവരുമ്പോഴത്തേക്ക് പുതിയ വെർഷനിലെല്ലാം കാണിക്കും. ആഡ് സ്ട്രെച്ച്, ആഡ് വെർട്ടെക്സ്, കൺവെർട്ട് ടു ആർക്ക് എന്ന് കാണിക്കും. ആഡ് വെർട്ടെക്സ് പറയുക. പോയിന്റ് പിക്ക് ചെയ്ത് കൊടുത്ത് ഈ പോയിന്റിലോട്ട് പിക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു പോയിന്റ് അഡീഷണലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ഒരു പോയിന്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവിടെ ഒരു വെർട്ടെക്സ് നമ്മളിപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് ഈ പോർഷനിൽ ആവശ്യമില്ല. ഇതിപ്പം ഒരു ബെൻഡ് വരുന്നുണ്ട്, അത് ബാധകമല്ല. ഇവിടെ ഒരു പോയിന്റ് അഡീഷണലായിട്ട് പുതുതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെയും കൂടെ പുതിയൊരു വെർട്ടെക്സ് ഞാൻ ആഡ് ചെയ്യുകയാണ്. ഇതിപ്പോൾ ഞാൻ ശ്രദ്ധിച്ചാൽ മതി, ഈ ലൈൻ ഒരേ ലൈനിൽ കറക്റ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാനിതിപ്പോൾ ചെയ്യുന്നത്. അവിടെയും വേണ്ടി വരും, ഇവിടെയും വേണ്ടി വരും. ഇത് ഡ്രോയിങ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ബാൽക്കണി ഞാൻ അകത്തോട്ടാണ് കയറി നിൽക്കുന്നത്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു പോയിന്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇവിടെ എനിക്ക് ഈ ഒരു പോർഷനിലിടയ്ക്ക് എനിക്കൊരു വെർട്ടെക്സ് പോയിന്റ് ആവശ്യമുണ്ട്. അപ്പോൾ നമ്മളത് എങ്ങനെ ആഡ് ചെയ്യാൻ നോക്കാം. നേരത്തെ പോലെ തന്നെയാണ്, പിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ സെൻറ്റർ പോയിന്റിൽ വരുമ്പോഴത്തേക്ക് ആഡ് വെർട്ടെക്സ് കാണിക്കും. ഞാൻ ഈ പോയിന്റ് പിക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ പോയിന്റും ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ്. അടുത്തത് വീണ്ടും എടുക്കുന്നു, ആഡ് വെർട്ടെക്സ് പറയുന്നു, ഈ പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ ഇതിനിടയ്ക്കൊരു പോയിന്റും കൂടെ അഡീഷണൽ ആയിട്ട് വന്നിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ഈ ഒരു പോയിന്റ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിൽ ഉണ്ട് എന്നറിയാൻ വേണ്ടിയാണ്, നമുക്ക് ഇതിനെ റീഡ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് കാണിക്കുന്നത്. അപ്പോൾ ഈ ഒരു വെർട്ടെക്സ് പോയിന്റ് നമ്മൾ ആഡ് ചെയ്തു. ഇതെല്ലാം ഗ്രൗണ്ട് ഫ്ലോറിലെ പ്രൊജക്ഷനാണ്, അപ്പോൾ അതുകൊണ്ട് ആവശ്യമില്ല. ഇനി ഫസ്റ്റ് ഫ്ലോറിൽ വരുമ്പോഴത്തേക്ക് ഇത് സെയിം ആണോ എന്ന് നോക്കുക, അത്രേ ഉള്ളൂ. ഈ പോയിന്റ് ഓക്കെയാണ്, ഈ പോയിന്റ് ഓക്കെയാണ്, ഈ പോയിന്റ് ഓക്കെയാണ്, ഈ പോയിന്റ് ഓക്കെയാണ്. ഈ പോയിന്റ് ഓക്കെ ആണോ എന്നറിയാൻ ഫസ്റ്റ് ഫ്ലോറിലെ പ്രൊജക്ഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, വാളിൻ്റെ ഇത് മാറ്റം ഉണ്ടെങ്കിൽ അറിയാൻ പറ്റും. ചെക്ക് ചെയ്താൽ അറിയാൻ പറ്റും. കണ്ടോ, ഒരു വാൾ തിക്നെസ്സിൻ്റെ വ്യത്യാസമുണ്ട്. എനിക്കിത് ബാൽക്കണിയുടെ പില്ലർ വെളിയിലോട്ട് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. ഈ ഒരു പോയിന്റും കൂടെ നമ്മൾ ആഡ് ചെയ്യണം. അത് ഫസ്റ്റ് ഫ്ലോറിലെ പോയിന്റിലാണ് നമ്മളത് ആഡ് ചെയ്യാനുള്ളത്. കാരണം ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ പ്രൊജക്ഷൻ നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ ഇവിടെ ഒരു പോയിന്റ് വേണം. അതുകൊണ്ട് നമ്മൾ അതും കൂടെ ആഡ് ചെയ്യുക. പിക്ക് ചെയ്യുന്നു, ആഡ് വെർട്ടെക്സ്. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഇങ്ങനൊരു പോയിന്റ് വന്നിട്ടാണ് പോകുന്നത് എന്ന് മനസ്സിലാകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് എടുത്ത് വയ്ക്കുമ്പോൾ നോക്കാം, സെയിം വെർട്ടെക്സ് പോയിന്റ് നമുക്കിവിടെ കിട്ടും. കണ്ടോ, ഇവിടെ നമുക്കൊരു പോയിന്റ് വരുന്നുണ്ട്, ഇവിടെ ഒരു പോയിന്റ് വരുന്നുണ്ട് എന്ന് കമ്പ്യൂട്ടറിന് റീഡ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫുട് പ്രിൻറ്റിൻ്റെ പ്രശ്നം, എറർ വരാതെ നോക്കാം. താങ്ക് യു.